ഹലോ കൂട്ടുകാരെ, നമ്മളെപ്പോഴും ഫ്ലൈറ്റിൽ പോകുന്നത് പറക്കാനാണ്. എങ്കിൽ ഈ ഫ്ലൈറ്റിൽ നമ്മൾ കയറാൻ പോകുന്നത് ഫുഡ് അടിക്കാനാണ്. ഇതൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ബോർഡിംഗ് പാസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫുള്ള് ചെക്കപ്പ് എല്ലാം നമ്മുടെ ഫ്ലൈറ്റിൽ കയറുന്നത് പോലെ തന്നെ നമ്മുടെ ഫുള്ള് ചെക്കപ്പും കാര്യങ്ങളുമെല്ലാം ബോഡി പാസും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അമ്മ അടാറ് ഫീല്. നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ശകലം ഫുഡ് കഴിപ്പ്, ഒരു യാത്രയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസും. അതൊരു സന്തോഷം വേറെയാണ്. കയറി ചെന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്തു. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് നമ്മൾ കൈ കൊടുത്തു. അത് കയറി നമുക്ക് അതിൻ്റെ വാക്കിയും തന്നു. ഞാൻ അതുമായിട്ട് ക്യാബിനിലേക്ക് വന്നു. എന്തായാലും നമ്മൾ ഇതിനുള്ളിലേക്ക്, അതായത് നമ്മൾ ഇതിൻ്റെ ക്യാബിനുള്ളിലേക്കൊന്നും ആരെയും കയറ്റി വിടില്ല. അതായത് നമ്മുടെ പൈലറ്റ് ഇരുന്ന് ഓടിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താൻ സമ്മതിക്കില്ല. അനുവാദത്തോടു കൂടി ഞാൻ സീറ്റിലോട്ട് കയറിയിരുന്നു. ഫ്ലൈറ്റ് എന്നാണെങ്കിലും നമുക്ക് ജീവിതകാലത്ത് പൊക്കാൻ കഴിയില്ല, കാരണം നമ്മൾ പൈലറ്റ് ആകാൻ പഠിച്ചിട്ടില്ലല്ലോ. എങ്കിലും അതിൽ ആഗ്രഹം കൊണ്ടൊന്നിരുന്നു. പക്ഷേ ഞാൻ ആ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ നൈസായിട്ടൊന്ന് പിടിച്ചപ്പോൾ തന്നെ ആ പിടുത്തത്തിൻ്റെ ഗുമ്മ കൊണ്ട് ഒന്ന് പൊങ്ങി ഇങ്ങ് വന്നു. എന്നിട്ട് അതേപടി താത്തു വെച്ച് പയ്യൻ നൈസായിട്ട് സ്കൂട്ടായി. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ. നമ്മുടെ ആഗ്രഹം കഴിഞ്ഞ ഉടനെ മറുവാൻ ഓടിക്കാൻ തുടങ്ങി ഫ്ലൈറ്റ്. ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അങ്ങേ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. അതിമനോഹരമായി നിർമ്മിച്ചെടുത്തിരിക്കുന്ന, അതായത് ഫുൾ സെറ്റപ്പിൽ നമുക്ക് ഒരു ഹോട്ടലിൽ എങ്ങനെയാണോ നമ്മൾ അതിലും കിടുക്കാച്ചിയായിട്ട് സെറ്റ് ലൈറ്റിങ്ങും നമ്മുടെ സീറ്റ് അറേഞ്ച്മെൻറ്റും അടിപൊളി വൈബിൽ ഒരു സൂപ്പർ റെസ്റ്റോറൻ്റാണ് മക്കളേ ഇത്. അടിപൊളി കിച്ചനും നമുക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഒരു വീഡിയോയാണ് 1 മണിക്കൂർ നല്ലപോലെ നിന്ന് പറയാനുള്ള. അമ്മാതിരി സെറ്റപ്പിൽ നല്ല ഫുള്ള് എ സിയിൽ നല്ല വൈബായിട്ട് അവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളാ ഇരിക്കുന്നതോടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്ലേറ്റുകളാണെങ്കിലും അവിടെ ഗ്ലാസ്സുകൾ അവരെല്ലാം നമ്മൾ കറക്റ്റ് ഒരു ഫ്ലൈറ്റിൽ എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ ആണ് എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് അവർ മെനു എല്ലാം കൊണ്ടു തന്നു. അതെല്ലാം പ്രിൻസ് നോക്കുന്നുണ്ട്. ഞാനും ചുമ്മാ ഇരുന്ന് ആ മെനുവിലോട്ട് നോക്കി. നമുക്ക് ഇംഗ്ലീഷ് അച്ചര വശമില്ലാത്ത കാരണം നമ്മൾ അത്ര അങ്ങോട്ട് മൈൻഡ് കൊടുത്തില്ല. പിന്നെ പ്രിൻസ് എന്നാ ചെയ്തു, ഒരു മന്തിക്ക് ഓർഡർ ചെയ്തു. പിന്നെ 3 ബ്രോസ്റ്റഡ് ചിക്കനും ഓർഡർ ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഇട്ടിട്ടുമുണ്ട്. പക്ഷേ നമുക്കതെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അല്ലേ നമ്മുടെ ശുക്രണ്ണൻ നമ്മളെ പൊക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മ്യൂസിക് എല്ലാം ഒഴിവാക്കി നമ്മൾ തന്നെ സ്വരം കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ എവിടെ പോയാലും, ഇനി ഗാനമേളയുള്ള സ്ഥലത്തോ അല്ലാതെയോ നമ്മൾ എവിടെയെങ്കിലും നല്ല പരിപാടിയോ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയാൽ ഇത് തന്നെ അവസ്ഥ. മ്യൂസിക്കൊന്നും ഇതിൽ കേൾക്കാൻ പാടില്ല. നമ്മുടെ ഒള്ളി വോയിസ് മാത്രമേ ഇതിലിടാൻ പറ്റുള്ളൂ. നമ്മുടെ മറുവാൻ അങ്ങനെ ടിഷ്യൂ എടുത്ത് കൈയൊക്കെ തുടച്ചു. നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മുടെ കൈ വാഷ് ചെയ്യാൻ കിട്ടുന്ന ആ ടിഷ്യൂവിൽ കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ്. ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന അതേ ഫീലും സൈഡിൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 പേരെ വിളിച്ച് കളിപ്പിക്കുകയും ചെയ്തു. പോവാണ്, ഞാൻ പറയാൻ മറന്നുപോയി, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് 2-3 പേരെ കളിപ്പിക്കുകയും ചെയ്തു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇച്ചിരി നേരമൊക്കെ മൊബൈലിൽ കളിച്ചിരുന്ന സമയം കൊണ്ട് ഫുഡ് എത്തി. അങ്ങനെ നമ്മൾ കഴിപ്പ് അങ്ങോട്ട് തുടങ്ങി. നല്ല ബ്രോസ്റ്റഡ് ചിക്കനും നല്ല സൂപ്പർ മന്തിയും. സംഭവമെല്ലാം അടിപൊളി തന്നെ. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ എന്ത് ചെയ്താലും ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസൊക്കെ നമ്മൾ ചെയ്യണം. കാര്യം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാലഘട്ടത്തിൽ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ നമുക്ക് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് മെയിൻ. ജീവിതത്തിൽ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അവിടെ നിന്ന് ആൾ പാട്ടിനനുസരിച്ച് ഒന്ന് തുള്ളുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഫിനിഷിംഗ് റൗണ്ടിലെത്തി. അപ്പോൾ അവരോടെല്ലാം ഞങ്ങളൊരു ബൈയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇച്ചിരി നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് പയ്യെ കൈയൊക്കെ കഴുകി നമ്മളവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കുവാണ്.
പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ സൈഡും വഴി വീഡിയോയും പിടിച്ച് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോരുകയാണ്. അവരോട് നമുക്ക് ഫുഡ് തന്നവരോടൊക്കെ നന്ദി പറഞ്ഞപ്പോൾ തന്നെ അവർ ബില്ല് തന്നു. എന്തായാലും ഇവിടുന്ന് നമ്മൾ കൊച്ചി ടു തിരുവനന്തപുരം പോകുന്ന റൈറ്റേ ആയുള്ളൂ. ഞങ്ങൾ 3 പേര് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല ഫുഡ്. ഒരു പ്രാവശ്യമൊക്കെ നമ്മളിവിടെ പോകുന്ന അടിപൊളിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ജിഗിനി ബണ്ണാർക്കട്ടയിലാണ്. നമ്മുടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ. അവിടെ വലിയൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് കാണാൻ തന്നെ ഉണ്ട്. അമ്മാതിരി ഫീലിൽ നല്ല സെറ്റപ്പിൽ ഫോട്ടോ എടുക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും കുട്ടികളൊക്കെ ഒത്ത് ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഏറ്റവും നല്ലൊരു സംഭവമാണ്. നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ നിങ്ങൾ ബണ്ണാർക്കട്ട എന്ന ഈ സ്ഥലത്ത് വന്നിട്ട് ഈ ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൽ കയറാൻ മറക്കണ്ട. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഇനിയും കാണാം.